നടന്നു പറഞ്ഞൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് ഉണ്ട്. ഇവർ 3 1 4 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വേറെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അടുത്തിടെ ഒരു വീട് ചെറുതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വീടാണ്. പക്ഷെ എന്തോ ഇവരുടെ അവസ്ഥ കണ്ടപ്പം എനിക്ക് അവർക്ക് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്കത് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എന്റെയും സാമ്പത്തിക അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പല പരിപാടികളും ഇപ്പൊ ചെയ്യാത്തത്. അപ്പൊ ഞാൻ ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വീടിന്റെ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ അവിടെ പണി തീർത്ത് അത്യാവശ്യം വയറിംഗ് ഒക്കെ ചെയ്ത് ഇവർക്ക് താമസിക്കാൻ പരുവത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് വിളിക്കുക, ഞാൻ പറയാം. അപ്പം സാധനങ്ങളായിട്ട് ആർക്കെങ്കിലും വാങ്ങിച്ചു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ. കാരണം ഇനി എനിക്കൊരു ബാത്റൂം അവിടെ ചെയ്യാണ്ട്, തറയിടാണ്ട്, അത്യാവശ്യം മേൽക്കൂരയുടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് പരിപാടികളുണ്ട്. ഒരു 10 ദിവസത്തിനകത്ത് തന്നെ എനിക്ക് വീട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എനിക്ക് 1 ലക്ഷം രൂപയാണ് എൻ്റെ ആവശ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ സാമ്പത്തികമായിട്ട് അത്ര ഞാൻ റൈറ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ വർക്ക് കുറവാണ്. എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താനായിരുന്നു. പക്ഷെ ഇപ്പം എടുത്ത് മറിക്കാനും വേറൊന്നുമില്ല. കടത്തി കിടന്നൊക്കെ പണയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് വേറെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മക്കളെ നിങ്ങളൊന്ന് കൈവിടായിരുന്നാൽ മതി. കാരണം സ്ഥലവും ഞാൻ ഏതാണ്ട് ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് വീട്. പക്ഷെ ആ വീട് അങ്ങനെ താമസയോഗ്യമല്ല. അപ്പൊ ആ സ്ഥലവും ഇതും കൂടെ ഇവരുടെ പേരിൽ തന്നെ ഞാൻ പലിച്ച് ഞാൻ കൊടുത്തേക്ക്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രേ ഉള്ളൂ. ദൈവം തന്നതാണ്, ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. സന്തോഷമായിട്ട് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് സാധനങ്ങളായിട്ട് വാങ്ങിച്ചു തന്നാൽ മതി. പിന്നെ ഒരു 5-6 ദിവസത്തെ പണിക്കൂലിയും കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തന്നേക്കാം. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഏതാണ്ട് 10-30 പേർക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്തതാണ്. പക്ഷേ ഒരു പൈസ ഇല്ലാതെ 0 ബാലൻസിൽ നിന്ന് തുടങ്ങിയതാണ്. നിങ്ങളെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. QR കോഡ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മനസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോ. പിന്നെ എന്നെ ഉറപ്പായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ആർക്കെങ്കിലും സാധനങ്ങളായിട്ട് എന്തെങ്കിലും സഹായിക്കാണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇനി അതല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ആ വീടിന്റെ പണി മാത്രം ചെയ്ത് ഇവർക്ക് കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതും ചെയ്യാം. എന്തായാലും നിങ്ങൾ ആരും കൈവിടരുത്. ഈ ഓണത്തിന് മുമ്പ്, അതായത് 10 ദിവസത്തിനകത്ത് നമുക്ക് ഈ പിള്ളേർക്ക് വീട് കൊടുക്കണം. നിലവിൽ ഈ സ്ഥലം വന്നിട്ട് കല്ലറ താളിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. കടലുകാണിപ്പാറയുടെ അടിവശത്താണ് ഇവർ താമസിക്കുന്നത്. പിന്നെ ഇവർക്ക് വേറെ സഹായങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് സഹായിച്ചാൽ എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി തീർത്ത് കൊടുക്കാൻ പറ്റും. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ എന്റെ കൊച്ചിന്റെ പുറത്തൊരു പാമ്പ് കയറി. ഇവിടെ വീട്ടിന്റെ ചിറ്റാക 4 ഭാഗത്തിനും പാമ്പാണ്. പാമ്പും പന്നിയും എല്ലാ സാധനവും ഉണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ പോലും സഹോദരങ്ങളെ. ഒരു സേഫ് ആയിട്ടുള്ള ഒരു പാർപ്പിടത്തിലോട്ട് മാറ്റണം. നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉറപ്പായിട്ട് വേണം. അതുണ്ടെങ്കിൽ 10 ദിവസത്തിനകത്ത് ഞാൻ ഇവർക്ക് വീട് സെറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ സഹകരണമാണ്. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലോട്ട് ഷെയർ ചെയ്യണം. 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് തന്ന് സഹായിക്കണം.